വി.ഡി. സതീശിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് രാഹുൽ ഗാന്ധി വന്നിരുന്നു. അതേപോലെ തന്നെ പ്രിയങ്ക ഗാന്ധി വന്നിരുന്നു. അതേപോലെ മല്ലികാർജുൻ ഖാർഗെ വന്നിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംസ്ഥാനത്ത് കൂടി അവർക്ക് അധികാരം ലഭിച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ആ ട്രെൻഡിനെ പിടിച്ചു നിർത്താൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് കോൺഗ്രസിന്റെ ഒരു MLA-മാരുടെ ഒരു സംഖ്യ എടുത്ത് നോക്കുകയാണെങ്കിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ MLA-മാരുടെ സംഖ്യയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 2007 രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. 2004 അദ്ദേഹം MP ആയി. ഏതാണ്ട് 22 വർഷത്തിലധികമായിട്ട് അദ്ദേഹം MP ആണ്. നേരത്തെ സോണിയാഗാന്ധിക്കായിരുന്നു കോൺഗ്രസിന്റെ പൂർണ്ണ ചുമതല. രാഹുൽ ഗാന്ധിക്ക് ആദ്യം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം നൽകുകയാണ്. ഇടക്കാലത്ത് അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ NSUIയുടെ ഒക്കെ ചുമതലകൾ നൽകിയിരുന്നു. പക്ഷെ 2017 ആകുമ്പോഴേക്ക് പൂർണ്ണമായിട്ടും കോൺഗ്രസിന്റെ എല്ലാ അധികാരങ്ങളും രാഹുൽ ഗാന്ധിയിലാണ്. അതായത് 2017 അധ്യക്ഷനാവുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ രാഹുൽ ഗാന്ധിയായിരുന്നു കോൺഗ്രസിലെ ഒരു ഡിഫാക്ടോ പ്രസിഡന്റ്. എല്ലാ കാര്യങ്ങളും അദ്ദേഹം തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇവിടെയാണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ വന്നതിന് ശേഷം, അതായത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃനിരയിൽ വന്നതിന് ശേഷം 2007 അല്ലെങ്കിൽ 2008 ആ സമയം മുതൽ ഈ സമയം വരെ കോൺഗ്രസിലെ MLA-മാരുടെ എണ്ണം എത്രയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. 2008 രാഹുൽ ഗാന്ധി കോൺഗ്രസിലെ ഏറ്റവും ശക്തനായിരിക്കുന്ന സമയത്ത് കോൺഗ്രസിൽ 1204 MLA-മാരാണ് ദേശീയ തലത്തിൽ അവർക്കുണ്ടായിരുന്നത്. പിന്നീട്, അതായത് രാഹുൽ ഗാന്ധി ആ സമയത്താണ് കോൺഗ്രസിന്റെ തന്റെ ചുമതലകൾ ഏറ്റെടുക്കുന്നത്. 2026 ആകുമ്പോഴേക്കും, അതായത് ഇപ്പോൾ കോൺഗ്രസിനുള്ളത് 676 MLA-മാരാണ്. ഏതാണ്ട് പകുതിയായിട്ട് MLA-മാരുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ സമയത്ത് തന്നെ BJPയുടെ സംഖ്യ എടുത്ത് നോക്കും. BJP 2008 BJPക്ക് 889 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ BJPക്ക് 1787 അംഗങ്ങൾ, ഏതാണ്ട് 2000-നടുത്ത് അംഗങ്ങളാണ് MLA-മാരാണ് BJPക്കുള്ളത്. ഇന്ത്യയിൽ ആകെ 4120 MLA-മാരാണുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ 2/1 MLA-മാർ BJPക്കാരായിട്ട് മാറിയിരിക്കുന്നു. കോൺഗ്രസിന്റെ MLA-മാരുടെ എണ്ണം 1204 നിന്ന് 676 കുറഞ്ഞിരിക്കുന്നു. അപ്പം യൂത്ത് കോൺഗ്രസിന്റെയും NSUIയുടെ ഒക്കെ ചുമതലയുണ്ടായിരുന്ന രാഹുൽ ഗാന്ധിയിൽ നിന്നുള്ളൊരു വളർച്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ കോൺഗ്രസിന്റെ 2017 അദ്ദേഹം അധ്യക്ഷ പദവി ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം 2019 അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്യുന്നത്. 2019 രാജിവെക്കുന്നു. പക്ഷെ പിന്നെയും അദ്ദേഹം കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്ത് തുടരുന്നു. ഇപ്പോഴുള്ള കോൺഗ്രസിന്റെ അധ്യക്ഷൻ 2022 മല്ലികാർജുൻ ഖാർഗെ അധ്യക്ഷ പദവിയിൽ വരുന്നത്. പക്ഷേ മല്ലികാർജുൻ ഖാർഗെയാണ് കോൺഗ്രസിന്റെ അധ്യക്ഷനെങ്കിലും ഇപ്പോഴും കോൺഗ്രസിലെ ഏറ്റവും കരുത്തനായിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പം ഇങ്ങനെ ഒരു കണക്ക് നോക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടാണോ കോൺഗ്രസിന് ക്ഷീണം സംഭവിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട്. അപ്പൊ അത് രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിന്റെ കഴിവിനുള്ള ഒരു തിരിച്ചടിയായിട്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിവില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ളൊരു കണക്കുകളാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. പക്ഷേ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യലബ്ധി മുതൽ നമ്മുടെ രാജ്യത്തെ അധികാരത്തിലിരിക്കുന്ന കോൺഗ്രസ്, പക്ഷെ 1952 മുതൽ തന്നെ കോൺഗ്രസിന് പതുക്കെ MLA-മാരുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട് എന്നുള്ളതൊരു ശരിയായ കാര്യമാണ്. അപ്പം അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കാണോ എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിക്കല്ല. അതേ സമയത്ത് രാഹുൽ ഗാന്ധിക്ക് അതിന് ഉത്തരവാദിത്തമില്ലേ എന്ന് ചോദിച്ചാൽ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുന്നത്. 2013 മുതൽ തന്നെ BJP അവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. പിന്നീട് ഓരോ തെരഞ്ഞെടുപ്പിലും BJP എല്ലാ സംസ്ഥാനത്തും അവരുടെ സംഖ്യ വർദ്ധിപ്പിച്ചു. നേരത്തെയൊക്കെ BJPക്ക് പലപ്പോഴും തീരെ നാമമാത്രമായ സാന്നിധ്യമായിരുന്നു പല സംസ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2009 BJPക്ക് ഹരിയാനയിൽ 4 അംഗങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2014 ആകുമ്പോഴേക്കും അത് 47 ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. അസമിലാണെങ്കിൽ 2011 അവർക്ക് 5 MLA-മാരാണ് ഉണ്ടായിരുന്നത്. 2016 ആകുമ്പോഴേക്കും അവർ 60 ഉയർത്തി. ഇപ്പോഴും അവർ അസമിൽ ഭരണം നിലനിർത്തുന്നു. ഹരിയാനയിൽ അവർക്ക് ഭരണത്തിലുണ്ട്. അതേപോലെ തന്നെ 2017 ആകുമ്പോഴേക്ക് ഉത്തർപ്രദേശിൽ BJP അവരുടെ MLA-മാരുടെ എണ്ണം 312 ഉയർത്തി. അങ്ങനെ ഏതാണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലും 2016 അവരുടെ MLA-മാരുടെ എണ്ണം, അതായത് BJP 2014 മോഡി അധികാരത്തിൽ വന്നതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞിട്ട്
1051 MLA-മാരാണ് ഉണ്ടായിരുന്നെങ്കിൽ 2017 ആകുമ്പോഴേക്ക് അത് 1348 ഉയർത്താൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ ഒരു ഭാഗത്ത് BJP അവരുടെ MLA-മാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സംഖ്യ ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ഈ ഒരു സൂചനകൾ ഇത് രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമല്ല കോൺഗ്രസ് തന്നെ വളരെ ആഴത്തിൽ അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് ഇനിയും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. കാരണം രാഹുൽ ഗാന്ധിയുടെ ഒരു പൊളിറ്റിക്സ് ഇന്ത്യൻ പൊളിറ്റിക്സിന് യോജിച്ച രീതിയിലല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതേസമയത്ത് ചെറിയ ചില ഇടവേളകളിൽ അവർക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. കാരണം 2014 കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് 2017 ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഗുജറാത്തിലെ ഒരു സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, കാരണം ഗുജറാത്ത് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാനമാണ്, അദ്ദേഹം ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനമാണ്. ആ സംസ്ഥാനത്ത് 2017 ഒരു ഇലക്ഷൻ നടക്കുകയാണ്. ആ ഇലക്ഷനിൽ വലിയ എതിർപ്പുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. കാരണം ഒരുപാട് സ്പ്ലിൻഡർ ഗ്രൂപ്പുകൾ കോൺഗ്രസിന്റെ കൂടെ വന്നു. BJP-യിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ വിവിധ കാസ്റ്റ് സംഘടനകൾ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ യോജിപ്പിച്ചുകൊണ്ട് വലിയൊരു പ്രതിപക്ഷമായിട്ട് ഭരണം പിടിച്ചെടുക്കാൻ പറ്റുമെന്ന രീതിയിൽ വലിയ പ്രചരണമാണ് കോൺഗ്രസ് 2017 ഗുജറാത്തിൽ നടത്തിയത്. അന്ന് BJP-ക്ക് 182 അംഗ സഭയിൽ 99 അംഗങ്ങളെ മാത്രമാണ് കിട്ടിയത്. അതായത് ഭൂരിപക്ഷം കിട്ടി. കോൺഗ്രസിന് 77 അംഗങ്ങളിൽ എത്താൻ പറ്റി. ഏതാണ്ട് പകുതിക്കടുത്ത് എത്തിക്കഴിഞ്ഞിരുന്നു അവർ. പക്ഷെ അവർക്ക് BJP തന്നെ ഭരണം നിലനിർത്തി. പക്ഷെ അടുത്ത 5 വർഷം അതായത് ഒരു ശക്തമായ പോരാട്ടത്തിന് ശേഷം അധികാരം പിടിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പക്ഷെ 5 വർഷം കഴിയുമ്പോഴേക്ക് കോൺഗ്രസിന്റെ സ്ഥിതി വീണ്ടും ദയനീയമാവുകയാണ് ചെയ്തത്. കാരണം 182 അംഗ സഭയിൽ 2022 BJP 156 സീറ്റ് പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോൾ എവിടെയൊക്കെയും തങ്ങൾക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ടോ ആ പാളിച്ചകൾ അവർക്ക് തിരുത്താൻ കഴിഞ്ഞു. കോൺഗ്രസിന്റെ സംഖ്യ എന്നേക്കുമായിട്ട് അവർ കുറഞ്ഞു. 17 സീറ്റിലേക്ക് അവർ ഒതുങ്ങിപ്പോയി. അപ്പോൾ ഇതായിരുന്നു. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ നമുക്ക് കാണാൻ കഴിയും. മഹാരാഷ്ട്രയിൽ 2014 അതായത് മോഡി അധികാരത്തിൽ വന്ന ആ സമയത്ത് കോൺഗ്രസിന് 82 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് 16 അംഗങ്ങൾ മാത്രമാണുള്ളത്. അങ്ങനെ ഏത് സംസ്ഥാന നിയമസഭ എടുത്തു നോക്കുകയാണെങ്കിലും കോൺഗ്രസിന്റെ ഒരു ശോഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇതിന്റെ പൂർണ്ണ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണോ എന്ന് ചോദിച്ചാൽ സമീപകാലത്തുള്ള ശോഷണത്തിന്റെ ഉത്തരവാദി രാഹുൽ ഗാന്ധിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ സമയത്താണ് കോൺഗ്രസ്കാർക്ക് അകത്ത് തന്നെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവുന്നത്. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ട് കോൺഗ്രസിനെ നയിക്കാൻ കഴിയില്ല, അതിന് പ്രിയങ്ക തന്നെ വേണ്ടി വരും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ പ്രിയങ്കയ്ക്കും കഴിയുമോ എന്നുള്ളത്, കാരണം ഇന്നത്തെ സ്ഥിതിയിൽ ദേശീയ തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് കോൺഗ്രസിന് കഴിയുന്നില്ല. അവർക്കത് പ്രതീക്ഷിക്കുന്ന പോലുമില്ല. കാരണം ഒരു ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവും എന്ന് കരുതിയിരുന്നു. അതുകൊണ്ടാണ് രാജ്യസഭാ അംഗമായിരുന്ന KC വേണുഗോപാൽ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് കരുതിയത് ലോക്സഭയിൽ മത്സരിച്ച് രാഹുൽ ഗാന്ധിയുടെ കൂടെ മത്സരിച്ച് ജയിച്ച് കേന്ദ്രത്തിൽ മന്ത്രിയാവാം എന്നുള്ളതായിരിക്കും പ്രതീക്ഷ. കോൺഗ്രസിലെ രണ്ടാമനാണ് KC വേണുഗോപാൽ. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുത്തു നോക്കൂ, അതായത് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി വെമ്പലം കൊണ്ടത്. അപ്പോൾ കോൺഗ്രസിന് ദേശീയ തലത്തിൽ എന്തെങ്കിലും അധികാരം കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ സംഘടനാ ചുമതലയുള്ള ഒരു ജനറൽ സെക്രട്ടറി കൊച്ചു കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങുമായിരുന്നില്ല. അപ്പം അതിനർത്ഥം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അവർ പ്രതീക്ഷ അർപ്പിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ അവർക്ക് ഒരു പ്രിയങ്ക ഗാന്ധിയിലെങ്കിലും അവർക്ക് ഒരു പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ KC വേണുഗോപാലിനെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ ലീഗ് തടസ്സം നിന്ന സമയത്ത്, കാരണം MLA-മാർ ഭൂരിഭാഗവും KC വേണുഗോപാലിന്റെ കൂടെയാണ്. 63 കോൺഗ്രസ് MLA-മാരിൽ 42 പേരും KC വേണുഗോപാലിന്റെ കൂടെയാണ്. പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ പ്രിയങ്ക ഗാന്ധി എന്താണ് ചെയ്തത്? പ്രിയങ്ക ഗാന്ധി മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു പ്രിയങ്കയിൽ ഒരു മാറ്റം കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. കാരണം എന്താണ്? രാഹുൽ ഗാന്ധിയെ മറികടന്നുകൊണ്ട് പ്രിയങ്ക ഗാന്ധി കുറച്ചുകൂടി കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് വരുന്നുണ്ട് എന്നുള്ള ഒരു സൂചനകളാണ് നമുക്ക് ഈ ഒരു കണക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.